എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ നെവർ ക്രിയേറ്റ്സ് എനിത്തിങ്. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയേണ്ടത് നീ അവനെ പോലെ ആവാൻ പഠിക്കുക, അല്ലെങ്കിൽ അവളെ പോലെ ആവാൻ പഠിക്കുക. ഇതല്ല നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നീ നിന്റെ ബെസ്റ്റ് ആവാൻ പഠിക്കുന്നതാണ്. നിങ്ങളുടെ മക്കളുടെ ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് അവരാവാൻ പഠിപ്പിക്കണം. നിങ്ങളുടെ ബെസ്റ്റ് എന്താണോ അത് നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രിയേറ്റിവിറ്റിനെ വളർത്തുക. നിങ്ങളുടെ മക്കൾക്ക് അക്കാഡമിക്സിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം നമ്മൾ കൊടുക്കുക. അല്ലാണ്ട് മറ്റുള്ള കുട്ടികൾ എന്താണോ ചെയ്യണത്, അല്ലെങ്കിൽ മറ്റുള്ളവരെന്താണോ ചെയ്യണത്, ഇതൊന്നുമല്ല നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ ടൈം. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. പ്രിയമുള്ളവരെ നമസ്കാരം, മിന്നൽ നിച്ചുവാണ്. ഐദ റാഷിദിൻ്റെ വാക്കുകൾ കേട്ടു. ഒരുപാട് മേഖലയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഒരുപാട് മാതാപിതാക്കളെടുത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മക്കളെ ഫ്യൂച്ചറിനല്ല സ്നേഹിക്കേണ്ടത്, മക്കളെയാണ് സ്നേഹിക്കുന്നത്. ഒരുപാട് ആൾക്കാർ മുമ്പ് ഫ്യൂച്ചറിനെ സ്നേഹിച്ച ഒരുപാട് മാതാപിതാക്കന്മാർ വെറുതെ ആയിട്ടുണ്ട്. മറ്റുള്ള മക്കളെ കമ്പയർ ഒരിക്കലും നിങ്ങളെ മക്കളായി ചെയ്യരുത്. നിങ്ങളെ മക്കളെ നോക്കണം. നിങ്ങൾ മക്കളടുത്ത് പറയേണ്ട ഒരു കാര്യങ്ങൾ നിങ്ങളായിട്ട് പഠിച്ചോളൂ. നിങ്ങൾ മറ്റുള്ളവരെ നോക്കി പഠിക്കേണ്ടത്. മറ്റുള്ളവരെ നോക്കി പഠിപ്പിക്കുന്നത് മാതാപിതാക്കളടുത്ത് ഞാൻ പറയാം, നിങ്ങളെ മക്കളല്ല സ്നേഹിക്കുന്നത്, നിങ്ങൾ മറ്റുള്ള മക്കളെയാണ് സ്നേഹിക്കുന്നത്. നിങ്ങളെ മക്കൾ ചോദിച്ചോളൂ. അവർക്ക് അധികം ട്രസ്റ്റ് കൊടുക്കാതെ സ്നേഹത്തിലോട് വളർന്നോളൂ. ഒരു മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് വന്നിട്ട് ക്ഷീണം മാറുന്നതിന് മുമ്പ് സ്കൂളിൽ എന്തൊക്കെ നടന്ന് എന്തൊക്കെ പഠിച്ചു അതല്ല, ആദ്യം നീ വല്ലതും കഴിച്ചോ, നിനക്ക് ക്ഷീണമുണ്ടോ എന്നുകൊണ്ട് മക്കളോട് സന്തോഷമായിട്ട് ഒരു മാതാപിതാക്കളും പെരുമാറുന്നില്ല. പണ്ടത്തെ പോലൊന്നല്ല. പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തേക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ വെറും ഒരു പുസ്തകവും ഒരു സ്ലേറ്റും ഉള്ള കാലം. ഇന്ന് പറയുമ്പോഴത്തേക്ക് LKG UKG ഒക്കെ 25-30 പുസ്തകമുള്ളതാണ്. ചെറിയ മക്കളെ മൈൻഡിൽ അത്രയൊന്നും കയറില്ല. അതും പറയുമ്പോൾ വലിയൊരു മാനസികമായിട്ട് വളരെ തകരും. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുക. മക്കളെ വിദ്യാഭ്യാസത്തിനല്ല സ്നേഹിക്കുന്നത്, മക്കളെ സ്നേഹിക്കുക. മക്കളെ സ്നേഹിച്ച് മക്കളടുത്ത് അന്നത്തെ വർത്താനം പറയാം. അതല്ലാതെ സ്കൂളിൽ എന്തൊക്കെ പഠിച്ചു, എത്ര മാർക്ക് കിട്ടി, വന്ന പാടിന് മക്കൾക്ക് മാതാപിതാക്കളടുത്തേക്ക് പേടിച്ചാണ് വരുന്നത്. അതുകൊണ്ട് പണ്ടത്തെ കാലല്ല, ഇന്ന് പറയുമ്പോഴത്തേക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയത്. ഒരു മക്കൾ കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം. എന്നാലും വിദ്യാഭ്യാസത്തിലൂടെ മക്കളെ കൊല്ലരുത്. ഒരു ജീവനാണ് വലുത്. അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലിട്ട് അമർത്തുക. നല്ല ഇതേപോലെ പ്രസർ ചെയ്യുന്ന മാതാപിതാക്കൾ ഒന്ന് അറിയാൻ വേണ്ടി മാതാപിതാക്കന്മാർക്കൊക്കെ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.